കർവ്ഡ് സർഫസ് ഫോർമുലയാണ് സംസാരിക്കുന്നത്. ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് മറ്റൊരു പോയിന്റിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, അവിടെ ഇമേജ് ഫോം ചെയ്യുന്നു. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ടാൻ ആൽഫ എ ബി ഡിവൈഡഡ് ബൈ മൈനസ് യു ആണ്. ടാൻ ആൽഫ ഈസ് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു ആൽഫ. സോ ആൽഫ ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ മൈനസ് യു, ബീറ്റ ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ ആർ, ഗാമ ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ വി. ഈ ഒ എ സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയാം. ഈ കാണുന്ന എ സി ഐ എന്ന ട്രയാങ്കിളിൽ നിന്ന് ബീറ്റ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ഗാമ എന്ന് പറയാം. ഇവിടുന്ന് ആർ ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ. ഇവിടുന്ന് ആൽഫ ബീറ്റയുടെ വാല്യൂസുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇവിടെയും ബീറ്റ ഗാമ വാല്യൂസുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഞാൻ സ്നെൽസ് ലോയിലേക്ക് വരുന്നു. ആംഗിളുകൾ സ്മോൾ ആയതുകൊണ്ട് സൈൻ ഐ ഐനോട് ഈക്വൽ ആണ്, സൈൻ ആർ ആറിനോട് ഈക്വൽ ആണ്. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n1 ഐ ഈസ് ഈക്വൽ ടു n2 ആർ. ഐൻ്റെയും ആറിൻ്റെയും വാല്യൂ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ ബി ക്യാൻസൽ ആയിപ്പോയി. ആർ എന്ന് പറഞ്ഞ ടേമിനെ ഒരു എൻഡിലേക്ക് കൊണ്ടുവരുന്നു, വി യു എന്ന ടേമിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ദെർഫോർ n2 ബൈ വി മൈനസ് n1 ബൈ യു ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ ആർ.